എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എന്നെ ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ കെ പ്രേമേന്ദ്രൻ അവിടെ പ്രധാനമന്ത്രിയുടെ സൽക്കാരത്തിൽ പോയി പങ്കെടുത്തതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. സത്യസന്ധമായി പറയട്ടെ, അദ്ദേഹം നിരന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ കോലായിലെ കഞ്ഞി വീഴ്ത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല, ഒരു നഴ്സറി കുട്ടി ഇരിക്കുന്ന പോലെ യു ഷുഡ് സ്റ്റഡി ഹാർഡർ എന്നൊക്കെ പറഞ്ഞ് ചില അനുമോദനങ്ങൾ അത് ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുളകം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കഴിയുമെങ്കിൽ RSP എന്നുള്ള പേര് RSS ഇടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ പറയുന്നതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചൊരു പോഴത്തിൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ബ്രിട്ടസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അങ്ങ് നിരന്തരം ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. ഈ പെട്ടെന്നുണ്ടായ ഇതിനൊരു എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. മുമ്പുള്ള എല്ലാ ബോയ്ക്കോട്ടുകളിലും നിങ്ങൾ ബോയ്ക്കോട്ടെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയുക, വിട്ടുനിൽക്കലിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം തന്നെയാണ് ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം. അദ്ദേഹം ഞങ്ങളെ വിമർശിക്കാറുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയൊക്കെ നിരന്തരമായി വിമർശിക്കുന്നവരല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇനി ഞാൻ വിമർശിക്കുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. കേരളത്തിലെ UDF MPമാർക്ക് ഈ കഴിഞ്ഞ സെഷനിലാകെ 2 പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഒന്ന് പാരയും 2 പാരടിയും. ഇതിലെല്ലാം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പാര ആൻഡ് പാരടി. ഏത്? പോറ്റി സ്തുതി. നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. അയ്യപ്പന് പോലും പോറ്റിയെ അറിയുന്നതിന് മുമ്പ് പോറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വാന്മാരാണ് അമ്മമാർ. ഏത്? സർവ്വശക്തിയായിരുന്നു എന്ന് സോണിയാഗാന്ധി. എനിക്കൊന്ന് UPയുടെ ചെയർപേഴ്സണായിരുന്നു. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും, UPA ചെയർപേഴ്സണെ കാണാൻ പറ്റാത്ത സമയത്ത് ഈ പോറ്റിയെ കൊണ്ടുവന്ന് കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വാന്മാരാണ് അമ്മമാർ. എന്നിട്ടാണ് അവർ പാർലമെൻറ്റിന് മുമ്പിൽ നിന്ന് ഈ പാരടിപ്പാട്ട് പാടിയത്. അസാമാന്യ തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നതല്ല, അവർ ചെയ്യുന്ന ഈ പാരയും പാരടിയും കേരള സമൂഹം കാണുന്നുണ്ടെന്നും ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക.